ഇന്ന് പറയുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രം ഗംഭീരമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലമായ ആലപ്പുഴയെക്കുറിച്ചാണ്. ഏത് പാറയിലേക്കും വെറുതെ എടുത്തെറിഞ്ഞാൽ പോലും സ്വയം മുളയ്ക്കാൻ കരുത്തുള്ള ശോഭാ സുരേന്ദ്രൻ എന്ന വിത്ത് സ്വയം മുളയ്ക്കും. ആ ചെടിക്ക് കുറച്ച് വെള്ളവും വളവും കൂടി പാർട്ടിക്ക് ആത്മാർത്ഥമായി നൽകാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആലപ്പുഴയിൽ മാത്രം ത്രികോണമെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ 2024 നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണമുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് കാരണം തൃശ്ശൂർ, തിരുവനന്തപുരം എന്ന 2 പ്രധാന മണ്ഡലങ്ങളിൽ BJP ആണ് ഒന്നാമതല്ലെങ്കിൽ രണ്ടാമത് എന്നതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് BJPക്കെതിരെ മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറുമാണെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും എന്ന വ്യത്യാസം മാത്രം. BJPക്ക് പിന്നീട് സ്വാധീനമുണ്ടെന്ന് കേന്ദ്ര നേതൃത്വം പോലും വിലയിരുത്തിയിട്ടുള്ള പത്തനംതിട്ടയും പാലക്കാടും ത്രികോണമാണെന്ന് പറയാമെങ്കിലും അവിടെയും BJP ജയിക്കുമെന്നൊരു ഘട്ടം വന്നാൽ വോട്ടിംഗ് ദിവസം ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഇന്ത്യ സഖ്യം രൂപം കൊള്ളും. പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അനിൽ ആൻ്റണിയും അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു കാറ്റ് വീശാൻ സാധ്യതയുള്ള പാലക്കാടും. ബാക്കിയുള്ള 16 മണ്ഡലങ്ങളിൽ ആലപ്പുഴ ഒഴികെയുള്ള 15 മണ്ഡലത്തിലും മത്സരം LDFും UDFും തമ്മിൽ തന്നെയാണ്. പിന്നീട് NDAക്ക് സാധ്യതയുള്ളത് ചില അടിത്തട്ടിലെ കളികൾ കാരണം ആറ്റിങ്ങലും കോട്ടയവുമാണ്. അത് ജനങ്ങളുടെ തീരുമാനമല്ല, ചില കൊടുക്കൽ വാങ്ങൽ സാധ്യതകളായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പറയാനുള്ളത് കേരളത്തിൽ അതിഗംഭീരമായ ത്രികോണ മത്സരം യഥാർത്ഥമായി നടക്കുന്ന മണ്ഡലമായ ആലപ്പുഴയെക്കുറിച്ചാണ്. ഇടതുപക്ഷത്തിൻ്റെ ഏക കനൽത്തരിയായ ആരിഫിൻ്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ UDFിൻ്റെ സ്ഥാനാർത്ഥി കൂടി മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരുന്നതുകൊണ്ടും പൊതുവെ മണ്ഡലത്തിലെ കായംകുളം, കരുനാഗപ്പള്ളി, കാക്കാഴം, അരൂർ മേഖലയെക്കുറിച്ച് വ്യാപകമായ ന്യൂനപക്ഷ മേൽക്കോയ്മയുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നതുകൊണ്ടും ആലപ്പുഴ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് എന്നതാണ് ആലപ്പുഴ മണ്ഡലത്തിൽ താമസിക്കുന്നവരുടെ പോലും തെറ്റായ പൊതുധാരണ. അതാണ് ഈ നാട്ടിലെ ഇക്കോസിസ്റ്റം. ഇല്ലാത്ത കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ട രീതിയിൽ ഊതിപ്പെരുപ്പിച്ച് വയ്ക്കും. എന്നാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളായ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ 7 മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും മുസ്ലിം മതവിഭാഗം ഭൂരിപക്ഷമല്ല എന്നുള്ളതാണ് വസ്തുത. നിലവിലെ മതസമവാക്യം നോക്കിയാൽ വെറും 18% മാത്രമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുള്ളത്. കുറച്ച് മുസ്ലിം പ്രാതിനിധ്യം എല്ലാ മണ്ഡലത്തിലും ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ചില കളികളുടെ ഭാഗമായി സ്വാഭാവികമായും ആലപ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടേണ്ട കുട്ടനാടിനെ ഒഴിവാക്കി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കുത്തിക്കയറ്റിയില്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ 12% താഴെ മുസ്ലിം വോട്ടർമാർ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ എല്ലാ മണ്ഡലത്തിലും, അത് നിയമസഭയായാലും ലോക്സഭയായാലും എന്തിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡുകളായാൽ പോലും ഒരു 15% ഏകീകൃത സ്വഭാവത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കേരളത്തിൽ മണ്ഡല പുനർനിർണയം ഇപ്പോഴും നടത്തുന്നത്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പറയാം. ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴയിലെ സാധ്യതയാണല്ലോ വിഷയം. സ്വതവേ ഈഴവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളായ അരൂർ, ചേർത്തല, ആലപ്പുഴ, കായംകുളം, കരുനാഗപ്പള്ളി, നായർ മേൽക്കോയ്മയുള്ള അമ്പലപ്പുഴ, ഹരിപ്പാട്, ഇതാണ് ആലപ്പുഴയിലെ ഹിന്ദു വിഭാഗത്തിലെ ജാതി സമവാക്യം. സ്വാഭാവികമായി BJPക്ക് അത്യാവശ്യം അടിത്തറയുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന വെരിക് സ്ഥാനാർത്ഥിയായതാണ് മണ്ഡലം കൂടുതൽ ശ്രദ്ധ നേടാൻ ഒരു കാരണം. വെരികെന്ന് പറഞ്ഞത് എവിടെ ഇട്ടാലും തനിയെ പെരുകുന്ന ഒരു ഇനമാണ് ശോഭാ സുരേന്ദ്രൻ. ഇടതുപക്ഷത്തിൻ്റെ ഒരേ ഒരു സിറ്റിംഗ് MP ആയ ആരിഫിൻ്റെ പരാജയം പിണറായിക്കുള്ള ഭരണവിരുദ്ധ വികാരമായി കണക്കാക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ ഇവിടെ ആരിഫിനെ ജയിപ്പിക്കുക എന്നത് പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യമായിരുന്നു. മാത്രമല്ല ആലപ്പുഴ ഒരു സ്ഥിരം മുസ്ലിം മണ്ഡലമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ചിലർക്കുണ്ട് എന്ന് കരുതിക്കോളൂ. ഗുരുവായൂരും അമ്പലപ്പുഴയും ഒക്കെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ സ്വന്തമാക്കിയതുപോലെ ഒരു തന്ത്രം. ആരിഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പേ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. പൊതുവെ കേരള BJPയിലെ ഔദ്യോഗിക പക്ഷത്തിന് താല്പര്യമില്ലാത്ത ശോഭാ സുരേന്ദ്രൻ BJPയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഇടം പിടിക്കാനുള്ള പ്രധാന കാരണമെന്നത് സംസ്ഥാന തലത്തിലുള്ള ചില നേതാക്കളുടെ കൊടുക്കൽ വാങ്ങൽ തന്ത്രത്തിൻ്റെ ഭാഗമായാണ്. അതായത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ അതേ ജാതി വിഭാഗത്തിൽപ്പെട്ട ഈഴവ് പ്രതിനിധിയായ M ലിജു ആയിരുന്നു. സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനും M ലിജുവും ഈഴവ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ ആരിഫിന് സുഖമായി ജയിക്കാനും ആലപ്പുഴ മുസ്ലിം മണ്ഡലമാക്കി നിലനിർത്താമെന്നുമുള്ള ചിലരുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അത്. അതിനു പകരം മറ്റു ചിലയിടത്ത് സംസ്ഥാന നേതാക്കൾക്ക് സഹായം ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. ഏതാണ്ട് ഇതേ തന്ത്രം തന്നെയായിരുന്നു വടകരയിലും അവർ ഉണ്ടാക്കിയത്.
എന്നാൽ അവസാന നിമിഷത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ കൊടുക്കൽ വാങ്ങൽ പൊളിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ വന്നത് ശൈലജ ടീച്ചറുടെ വിജയത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വന്നത് മത്സരം വേറൊരു ലെവലിലേക്ക് മാറ്റി. സംസ്ഥാന ഭരണത്തിൻ്റെ മുഖമായി സിറ്റിംഗ് MP ആരിഫിനും ജയിക്കണം, രാഹുൽ ഗാന്ധിയുടെ സ്വന്തം KC വേണുഗോപാലിനും ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഒരു ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. BJP പക്ഷത്ത് സ്ഥിരം കാണുന്ന കൂടെ നിന്നുള്ള പാലംവലികൾ ഉണ്ടായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൂടാതെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ G സുധാകരന് ആരിഫിനോടും സിറ്റിംഗ് MLA അബ്ദുൽ സലാമിനോടുമുള്ള ശീതസമരം കൂടി ആർക്ക് ഗുണമാകും എന്നുകൂടി നോക്കണം. അത് ശോഭാ സുരേന്ദ്രന് തന്നെ കൂടുതൽ അനുകൂലമാകാനാണ് സാധ്യത. അവിലും മലരും കുന്തിരിക്കവും മുദ്രാവാക്യം മുഴങ്ങിയ ആലപ്പുഴയിൽ, PFI നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആലപ്പുഴയിൽ, രഞ്ജിത്ത് ശ്രീനിവാസന്റെ മൃഗീയ കൊലപാതകം അതിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ ആലപ്പുഴയിൽ BJPയുടെ അണികൾ പൊതുവെ സംതൃപ്തരാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ അവസരം കിട്ടിയപ്പോഴെല്ലാം 2014 പാലക്കാടും 2019 ആറ്റിങ്ങലും വോട്ടുകൾ ഇരട്ടിയാക്കിയ ഒരു നേതാവിനെ കൂടി കിട്ടിയപ്പോൾ ആലപ്പുഴയിലെ പ്രവർത്തകർ ആവേശത്തിലാണ്. മാത്രമല്ല, കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ ആദ്യം നിർമ്മാണം തുടങ്ങിയ മേഖലയും ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള റോഡാണ്. ദേശീയപാത നിർമ്മാണത്തിലെ പുരോഗതി, സ്ഥലമേറ്റെടുത്തവർക്ക് വേഗത്തിൽ ലഭിച്ച നഷ്ടപരിഹാരം ഒക്കെയും ശോഭാ സുരേന്ദ്രന് അനുകൂലമായ ഘടകങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ റോഡ് പൂർണ്ണമായും കടന്നുപോകുന്നത് ആലപ്പുഴ മണ്ഡലത്തിലൂടെയാണ്. ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയിലധികം ചെലവുള്ള കേരളത്തിലെ ദേശീയപാത വികസനത്തിന് 5000 കോടി രൂപ സ്ഥലമേറ്റെടുക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന പിണറായി റിയാസ് ആരിഫ് സഖ്യത്തിനോടുള്ള ഒരേ ഒരു ചോദ്യം ശോഭാ സുരേന്ദ്രൻ ചോദിക്കേണ്ടത് ഇതാണ്: അരൂർ തുറവൂർ എന്ന പൂർണ്ണമായും നിലവിലുള്ള റോഡിന് മുകളിലൂടെ തൂണുകളിൽ പണിയുന്ന റോഡിന് 1 ഇഞ്ച് സ്ഥലം പോലും അധികമായി സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. എന്നിരിക്കെ എന്തിനാണ് ഈ റോഡിൻ്റെ പോലും ആകാശ വീഡിയോ എടുത്ത് അണികളെ പുളവും കൊള്ളിക്കാൻ വേണ്ടി നാടകം നടത്തുന്നത് എന്നാണ്. ഇതൊക്കെ കൂടാതെ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടുന്ന ഒരു മേൽക്കോയ്മ കൂടിയുണ്ട്. മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മേഖലാ യാത്രക്കിടയിൽ വീടില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിന് കയ്യിൽ കിടന്ന സ്വർണ്ണവളകൾ തൽക്ഷണം ഊരിക്കൊടുത്ത ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അതിന് പകരം വയ്ക്കാൻ കേരളത്തിൽ LDFലും UDFലും ഒരു വനിതാ നേതാവ് പോലും ഇല്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തെ നേതാക്കളാവട്ടെ പ്രളയപ്പിരിവ് എന്ന പേരിൽ നാട്ടുകാരുടെ കാതിലെയും കഴുത്തിലെയും കയ്യിലെയും സ്വർണ്ണാഭരണങ്ങൾ ഊരിക്കൊണ്ടുപോയ കഥകളെ പറയാനുള്ളൂ. മറ്റൊന്ന്, മോദി സർക്കാരിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി, അത് കിസാൻ സമ്മാൻ നിധി ആയാലും സ്കോളർഷിപ്പായാലും മുദ്രാ യോജന ലോണുകളായിട്ടാണെങ്കിലും ഗർഭിണികൾക്കുള്ള സഹായമായിട്ടാണെങ്കിലും തൊഴിലുറപ്പ് പദ്ധതികളായും നേരിട്ട് ഗുണം ലഭിച്ച കേരളത്തിലെ സ്ത്രീകളിൽ ഇത്തവണ ചിന്താഗതിയിൽ തന്നെ വലിയൊരു മാറ്റമുണ്ട്. പാർട്ടി അടിമകളല്ലാത്ത യുവതി യുവാക്കൾക്ക് ഇന്ന് തിരിച്ചറിവുണ്ട്. ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ അവർ കേന്ദ്രമന്ത്രിയാവുകയും പാവപ്പെട്ടവർക്കും പ്രത്യേകിച്ചും സ്ത്രീകൾക്കും വേണ്ടി അവർ പലതും ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കൃത്യമായി വാർദ്ധക്യ പെൻഷൻ സർക്കാർ നൽകാത്തതിനെതിരെ പിണറായിക്കെതിരെ സധൈര്യം സംസാരിച്ച മറിയക്കുട്ടി ചേട്ടത്തിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തെത്തിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. ആലപ്പുഴയിൽ മോദി ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനും ജനങ്ങൾക്ക് നേരിട്ട് ലഭിച്ച സഹായം അവരെ കൃത്യമായി ഓർമ്മിപ്പിക്കാനും വർഷങ്ങളോളം മുടങ്ങിക്കിടന്ന ബൈപ്പാസ് നിർമ്മാണം ഉൾപ്പെടെ അവിടെ പൂർത്തിയാക്കിയ പദ്ധതികളും പുതിയ വീതിയുള്ള പാതകളുടെ നിർമ്മാണം നടക്കുന്നതും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും വിദ്യാഭ്യാസ രംഗത്തെയും വികസന പ്രവർത്തനങ്ങൾ കൂടി വിശദീകരിക്കാൻ കഴിഞ്ഞാൽ, കൂടാതെ ആലപ്പുഴയ്ക്ക് വേണ്ടി പുതുതായി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ഒരു വ്യക്തമായ വികസന പദ്ധതിയും ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിഞ്ഞാൽ, രാജ്യം ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ പ്രതിനിധിയെ തന്നെ ജനം ആലപ്പുഴയിലും ജയിപ്പിക്കാൻ ശ്രമിക്കും. KC വേണുഗോപാൽ മുൻപും ആലപ്പുഴ MP ആയിരുന്ന ആളാണ്. ആരിഫിനും ജനം ഒരവസരം കൊടുത്തു. അവർ ആ സ്ഥാനത്തിരുന്ന് എന്തൊക്കെ ചെയ്തുവെന്നും ചെയ്തില്ല എന്നും ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. പക്ഷേ അതൊരിക്കൽ കൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ആലപ്പുഴയിലെ BJPയുടെ പ്രവർത്തകരും ശോഭാ സുരേന്ദ്രനും തന്നെയാണ്. 2018ലെയും 2019ലെയും പ്രളയം ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ച നാടുകൂടിയാണ് ആലപ്പുഴ. 2018 ജീവിതവും വീടും പോയ പലരും ഇന്നും സർക്കാരിൻ്റെ സഹായങ്ങൾ പോലും ലഭിക്കാതെ വിഷമിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് പ്രധാനമന്ത്രി നൽകിയതും മുഖ്യമന്ത്രി നൽകാത്തതും കൂടി അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അവരെ വിശ്വാസത്തിലെടുത്ത് കൂടെ നിർത്താൻ കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന് ഉറപ്പായും ആലപ്പുഴ വിജയിക്കാൻ കഴിയും. കൂടുതൽ വിശദമായി വോട്ടിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2016 നിയമസഭയിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലത്തിൽ 4ലും മത്സരിച്ചത് BJPയുടെ സഖ്യകക്ഷിയായ BDJS ആണ്. അവർ അരൂരിൽ 28,000 വോട്ടും
ചേർത്തലയിലും കായംകുളത്തും കരുനാഗപ്പള്ളിയിലും 20,000 വോട്ട് വീതവും നേടിയപ്പോൾ BJPയിലെ പ്രാദേശിക നേതാക്കൾ മത്സരിച്ച ആലപ്പുഴ, ഹരിപ്പാട്, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ ആകെ നേടിയത് 57,000 വോട്ടാണ്. ഏതാണ്ട് 1.5 ലക്ഷം വോട്ട് 2016 നിയമസഭയിൽ BJPക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ ലഭിച്ചു. എന്നാൽ 2019 ലോക്സഭയിലേക്ക് ശ്രീ KS രാധാകൃഷ്ണൻ താമര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ നേടിയത് ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടാണ്. ജയിക്കാൻ വേണ്ടത് 3.5 ലക്ഷം വോട്ടാണ്. അത് നേടാൻ ഇന്ന് ഏറ്റവും സാധ്യതയുള്ള BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ മണ്ഡലത്തിലാകെ BJP വോട്ടുകൾ പിന്നിലേക്കാണ് പോയത്. അവിടെയാണ് ശോഭാ സുരേന്ദ്രനെ പോലൊരു തീപ്പൊരി സ്ഥാനാർത്ഥി. ഏത് പാറയിലേക്കും വെറുതെ എടുത്തെറിഞ്ഞാൽ പോലും സ്വയം മുളയ്ക്കാൻ കരുത്തുള്ള ശോഭാ സുരേന്ദ്രൻ എന്ന വിത്ത് സ്വയം മുളയ്ക്കും. ആ ചെടിക്ക് കുറച്ച് വെള്ളവും വളവും കൂടി പാർട്ടിക്ക് ആത്മാർത്ഥമായി നൽകാൻ കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ചുവന്ന വിപ്ലവ മണ്ണിൽ ഇത്തവണ കാവിക്കൊടി ഉയരുക തന്നെ ചെയ്യും.